എടോ നികേഷ് കുമാറെ, ദിനേശന്റെ സ്ഥാനത്ത് വിജയനെ വെച്ച് നീ പോ മോനെ ദിനേശ എന്ന സിനിമാ ഡയലോഗ് നമ്മുടെ രേവന്ത് റെഡ്ഡി ചെറുതായിട്ടൊന്ന് പരിഷ്കരിച്ചു. നീ പോ മോനെ വിജയ എന്ന ആ പരിഷ്കരണ വാചകം കേട്ടപ്പോൾ നിനക്ക് പൊള്ളിയല്ലേ നികേഷ്? നിന്റെ പരിപ്പ് ഞങ്ങൾ എടുക്കുമെന്നാണ് നീ രേവന്തിനോട് ഭീഷണി പറഞ്ഞത്. നിന്റെ പരിപ്പ് ഞങ്ങൾ എടുക്കുമെന്ന് ആരെയൊക്കെ ചേർത്താടൂ നികേഷ് നീ ഞങ്ങളായത്? നിന്റെ ആ ഞങ്ങളിൽ ആരൊക്കെ പെടുമിടൂ നികേഷെ? എന്തായാലും നിന്റെ ആ ഊള ഭീഷണിയുടെ പേരിൽ നിന്നെ ഞാൻ ഒട്ടും തന്നെ പഴിക്കില്ല നികേഷെ. കാരണം ഈ പോങ്ങന്റെ പോലും സഹതാപത്തിന് ഇരപ്പെടാൻ അർഹതയുള്ള തരം ബുദ്ധിയാണല്ലോ നീ മണ്ടയിൽ കൊണ്ടു നടക്കുന്നത്, അല്ലേ? തൊട്ടിയും കയറുമുള്ള കിണറ്റിലെ വെള്ളം പരിശോധിക്കാൻ നിന്നെ കിണറ്റിലേക്ക് ഇറക്കിയത് ആരാ? നിന്റെ മണ്ടയിലെ ആ ബുദ്ധി. അത്തരം ബുദ്ധി മണ്ടയിൽ കൊണ്ട് നടക്കുന്ന നിന്നോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. എങ്കിലും നിന്നെ രണ്ടു പറയാതെ എനിക്ക് സമാധാനം കിട്ടില്ല നികേഷെ. അതുകൊണ്ട് പറയുകയാണ്, രേവന്തിന്റെ സിനിമാ ഡയലോഗ് ആണല്ലോ നിന്നെ പൊള്ളിച്ചത്. സ്വാഭാവികമായും ഒരു സിനിമയെ തന്നെ ഉദാഹരണമാക്കിക്കൊണ്ട് ഈ പോങ്ങൻ നിന്നോടൊരു കാര്യം പറയാം. കിരീടം എന്നൊരു സിനിമയുണ്ടായിരുന്നു. മോഹൻലാൽ സേതുമാധവനായി ജീവിച്ച സിനിമ. തന്തയ്ക്ക് പറന്ന ഒരു മകന്റെ നിസ്വാർത്ഥമായിട്ടുള്ള പിതൃസ്നേഹമായിരുന്നു അതിന്റെ ഉള്ളടക്കമെന്നാണ് ഞാൻ കണ്ടു മനസ്സിലാക്കിയത്. സ്വന്തം തന്തയെ തെരുവിലിട്ട് നാട്ടുചട്ടമ്പിയും ഇരട്ടച്ചങ്കനുമായിട്ടുള്ള ഒരു ഡാഷ് മോൻ തല്ലി. അത് മകനായിട്ടുള്ള സേതു കാണുകയാണ്. സേതുമാധവൻ എന്ന മകൻ ദുർബലനായിരുന്നു, ശുദ്ധനായിരുന്നു, അല്പസ്വല്പം ഭയമുള്ളവനും ജീവിക്കണമെന്ന് കൊതിയുള്ളവനുമായിരുന്നു, മനസ്സിൽ പ്രേമമുള്ള ഒരു ലോലനുമായിരുന്നു. എന്നിട്ടും ബലവാനും ഇരട്ടച്ചങ്കനുമായിട്ടുള്ള ഒരു ഡാഷ് മോൻ തന്തയെ തല്ലിയപ്പോൾ സേതുമാധവൻ നോക്കി നിന്നില്ല കേട്ടോ, തിരിഞ്ഞോടിയുമില്ല. ആ ഡാഷ് മോനെ നേരിട്ടു. ആ ചട്ടമ്പിയിൽ നിന്ന് നല്ല ചവിട്ട് കിട്ടി, സത്യമാണ്. ആവും പോലെ തിരിച്ചു കൊടുത്തു, അടിച്ചിട്ടു, പിന്നെ കുത്തിമലർത്തി. അതിനയാളെ പ്രാപ്തനാക്കിയത് രണ്ട് ഘടകങ്ങളും അതുപോലെ തന്നെ ഒരൊറ്റ ഗുണവും മാത്രമാണ് കേട്ടോ നികേഷെ. 2 ഘടകങ്ങളും ഒരു ഗുണവും. അതെന്താണെന്ന് നിനക്കറിയാമോ നികേഷെ? ഏവട്ടെ പൊങ്ങൻ തന്നെ പറയാം. നിസ്വാർത്ഥതയും പിതാവിനോടുള്ള സ്നേഹാദരങ്ങളുമാണ് ആ 2 ഘടകങ്ങൾ. അതുപോലെ പിതാവിനെ തല്ലിയ ഡാഷ് മോനെ കുത്തിമലർത്താൻ മകനെ പ്രാപ്തനാക്കിയ ഒരു ഗുണമെന്ന് പറയുന്നത് ഒറ്റ തന്തയ്ക്ക് പിറന്നു എന്നതാണ്. ഒറ്റ തന്തയ്ക്ക് പിറന്നു എന്നുള്ളത് അതൊരു ഗുണമാണ്. കിരീടത്തിന്റെ കഥ ഞാനിപ്പോൾ പറയാൻ കാരണം, വലിയൊരു വീരസ്യം പോലെ രേവന്തിന്റെ പരിപ്പെടുക്കുമെന്ന ഭീഷണി നടത്തിയ നികേഷെ നിന്നിലും ഒരു മകനുണ്ട് എന്ന് ഞാൻ കണ്ടു എന്നുള്ളത് കൊണ്ടാണ്. നികേഷെ നീയും ഒരു മകനാണ്. രേവന്ത് റെഡ്ഡി ഇവിടെ വന്ന് ഏതെങ്കിലും ഒരു ഡാഷ് മോനെ നോക്കി നീ പോ മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട് നീ എന്തിനു കോപിക്കണം നികേഷെ? അതാണ് എന്റെ ചോദ്യം, സംശയം. നീ എന്തിനു കോപിക്കണം? നിന്റെ പിതാവിനെ ആരും അങ്ങനെ വിളിച്ചിരുന്നില്ല, അതിനുള്ള അവസരം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുമില്ല. ഇനിയിപ്പോ ആ മുഹമ്മദ് റിയാസനൻ രേവന്തിന് നേരെ ഭീഷണി പറഞ്ഞാൽ തീർച്ചയായിട്ടും പോങ്ങനത് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ദ്വിമാറപുത്രിയുടെ 2ാം പുയ്യാപ്പിള എന്ന നിലയിൽ മുഹമ്മദ് റിയാസനന്റെ കടമയാണതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വന്തം കുണ്ടിക്ക് മന്ത്രി കസേര തന്നവനോടുള്ള കൂറാവും അത്. അതുകൊണ്ട് അയാളത് ചെയ്താൽ തീർച്ചയായിട്ടും ആർക്കും മനസ്സിലാകും. പോകന് മാത്രമല്ല ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ താൻ എന്തിനാണ് നികേഷെ ഏതെങ്കിലുമൊക്കെ ഡാഷ്മോന് വേണ്ടി ഒരുമാതിരി തന്തയില്ലാത്തവന്റെ മട്ടിൽ പെരുമാറിയത്? നികേഷ്, നിനക്ക് വിശ്വാസമില്ലെങ്കിൽ കൂടി ഞങ്ങൾക്കറിയാം നിന്റെ തന്ത ഉഗ്ര സഖാവായിരുന്ന സാക്ഷാൽ MV രാഘവൻ തന്നെയായിരുന്നു. രാഘവനാണ് നിന്റെ തന്ത നികേഷ്, അത് നീ മറന്നു പോകരുതായിരുന്നു. ആ മനുഷ്യനോളം യോഗ്യനായിട്ടുള്ള സഖാവായിരുന്നില്ല തന്റെ ഈ ഡാഷ്മോൻ സഖാവ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരു സഖാവായിരുന്നു തന്റെ പിതാവായിട്ടുള്ള MV രാഘവൻ എന്ന കാര്യം നികേഷെ നീ മറന്നു പോകരുത്. യോഗ്യരായിട്ടുള്ള അത്തരം പല സഖാക്കളെയും സമർത്ഥമായി വെട്ടിനിരത്തിയും വെട്ടിവീഴ്ത്തിയും ഒക്കെയാണ് ആ ഡാഷ് മോൻ സ്വന്തം ചങ്കിന്റെ എണ്ണം കൂട്ടിയത്. ആദർശധീരരും അന്തസ്സുള്ളവരുമായിരുന്ന നല്ല സഖാക്കളെ മുഴുവൻ ഒഴിവാക്കിയും ഒതുക്കിയും ഒറ്റപ്പെടുത്തിയും ചരിത്രമാക്കിയും ഒക്കെയാണ് തന്റെ ഡാഷ് മോൻ പ്രബലനും പ്രതാപിയും ദ്വിമാറനും ഒക്കെ ആയത്. അതൊക്കെ ഓർക്കണം. MV രാഘവന്റെ മുന്നിൽ ചൂളി നിന്ന ആ ഡാഷ് മോൻ രാഘവന്റെ നോട്ടമൊന്ന് മുറുകിയാൽ നിക്കറിൽ പെടുക്കുമായിരുന്നു എന്നുള്ളതാണ് ചരിത്രം. മൂത്രത്തിൽ നനഞ്ഞ നിക്കറിൽ കിടന്ന അങ്ങേരുടെ വൃഷ്ണഗോളങ്ങൾ കുളിർന്ന് വിറയ്ക്കുമായിരുന്നു എന്നുള്ളതും ചരിത്രമാണ്. പുരാതന കേരളത്തിലെ അസൽ സഖാക്കളെ ആരെയെങ്കിലും ഒക്കെ പരിചയമുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ കണ്ട് പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കണം നികേഷ്. നീ പാർട്ടിക്കാരെന്ന മട്ടിൽ നടക്കുന്ന നിന്റെ ഡാഷ് മോന്റെ സ്വകാര്യ അടിമകൾ സാക്ഷാൽ MV രാഘവനെ, അതായത് നിന്റെ സ്വന്തം പിതാവിനെ വഴിയിലിട്ട് വെട്ടിക്കൂട്ടാൻ കാത്തിരുന്ന കാലത്തെ പറ്റിയൊക്കെ അവർ നിനക്ക് പറഞ്ഞു തരും, തീർച്ചയായിട്ടും പറഞ്ഞു തരും. അതുവരെ എതിർത്തിരുന്ന കോൺഗ്രസുകാർക്കൊപ്പം ചേർന്നാണ് സഖാവ് രാഘവൻ പിന്നീട് സ്വന്തം ജീവൻ രക്ഷിച്ചെടുത്തതും നിന്നെയൊക്കെ വളർത്തിയെടുത്തതും. ആ തന്തയെ തല്ലാനും കൊല്ലാനും നടന്നവന്മാർക്കൊപ്പം കൂടി സ്വന്തം തന്തയുടെ ആത്മാവിനെ തന്നെ അപമാനിക്കുന്ന താനാണ് നികേഷെ, അല്ലെങ്കിൽ നീയാണ് നികേഷെ. താനെന്നൊക്കെ എന്തിനാ വിളിക്കുന്നത്? നീയാണ് നികേഷെ MV രാഘവന് പറ്റിയിട്ടുള്ള ഏക തെറ്റ്, ഒരേ ഒരു തെറ്റ്. ഇന്നത് നീ തീർച്ചയായിട്ടും തെളിയിച്ചു ഒരു ഡാഷ്മോന് വേണ്ടി. ആ കിരീടം എന്ന് പറയുന്ന സിനിമയിലെ സേതുമാധവൻ താനായിരുന്നുവെങ്കിൽ, അല്ല നീയായിരുന്നുവെങ്കിൽ, തെരുവിലിട്ട് തന്തയെ തല്ലിക്കൊന്ന കീരിക്കാടൻ ജോസിന്റെ
ഷാരൂഖിന്റെ ചന്തി കഴുകി കഴിയുന്ന നിലയിൽ തീർച്ചയായിട്ടും പ്രേക്ഷകർ സേതുമാധവനെ കണ്ടേനി. അതാണ് സത്യം. നല്ലൊരു തന്തയ്ക്ക് പറഞ്ഞിട്ടും ഒരുമാതിരി തന്തയില്ലാത്തവന്മാരുടെ ജനുസ് ഗുണമാണല്ലോടാ നികേഷ് നീ കാണിക്കുന്നത്. എന്ത് കഷ്ടമാണത്. സ്വന്തം നേട്ടം മാത്രം നോക്കുന്ന സ്വാർത്ഥമതികൾക്ക് മാത്രമേ ആ ഡാഷ്മോന്റെ അടിമയായി ജീവിക്കാനും അയാളെ പിന്തുണയ്ക്കാനുമൊക്കെ സാധിക്കൂ. അതാണ് സത്യം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ആദർശധീരരായിട്ടുള്ള സഖാക്കളെയും ഇല്ലാതാക്കിയ വെറും പരനാറി മാത്രമാണ് നികേഷേ തന്റെ ആ ഡാഷ്മോൻ. അത് മറന്നുപോകരുത്. എന്തായാലും നിന്നെപ്പോലൊരു ഡാഷ്മോനെ ഉണ്ടാക്കാൻ സ്വന്തം പരിപ്പെടുത്തു പോയതിൽ സാക്ഷാൽ MV രാഘവന്റെ ആത്മാവ് തീർച്ചയായിട്ടും വളരെ അപമാനഭാരത്തോടുകൂടി ഖേദിക്കുന്നുണ്ടാവും എന്നുള്ളതാണ് എന്റെ ഒരു വിചാരം, വിശ്വാസം. എടോ നികേഷ് കുമാറെ, ഇങ്ങനെ അവൻ എങ്ങനെ കഴിയുന്നുടോ? തനിക്ക് എങ്ങനെ കഴിയുന്നു? ആ MV രാഘവന്റെ മകനെ ഇത്രത്തോളം പറയേണ്ടി വന്നതിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. എന്റെ ഉള്ളു നുറുങ്ങുന്നുണ്ട്. പക്ഷെ പറയാതെങ്ങനെ. സങ്കടമാണ്. സങ്കടം കൊണ്ട് പറയുന്നതാണ്. ഇങ്ങനെ ആവരുത്. എത്ര സ്വാർത്ഥതയുണ്ടായിക്കോട്ടെ, കുറച്ചു കാലം ഒന്ന് ജീവിച്ചു പോയാൽ വരെ എന്തിനാടോ ഇത്തരം ഡാഷ്മോന്മാരെയൊക്കെ നക്കി 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 നിൽക്കുന്നത്? എന്തിനാടോ? എന്തിന്? കൈവെള്ളയിലേക്ക് നോക്കുമ്പോ അവിടെ തസ്കര തഴമ്പ് വല്ലതും കാണുന്നുണ്ടോ? ഇമാതിരി ഡാഷ്മോന്മാരുടെ ഒപ്പം നിൽക്കേണ്ടവനാണ് എന്നുള്ള തോന്നൽ സ്വയം ഉള്ളിൽ ഉണ്ടാവുന്നുണ്ടോ? കയ്യിൽ തസ്കര തഴമ്പ് എന്തെങ്കിലും ഉണ്ടോ? കൈവെള്ളയിലേക്ക് നോക്കുമ്പോ തസ്കര തഴമ്പ് കാണുന്നുണ്ടോ? Uppercut punches got him bustin' up. Potion in his double cup, liquor got him buttered up. Yeah, shitting on my competition. Every track is like I got bubble guts. Fast life, buckle up. Yeah.